അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബഅദ് തഖുല്ലാഹി ഇബാദല്ലാഹ്. ഏറ്റവും ആദരവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളെ, നാട്ടുകാരെ, സഹോദരി സഹോദരങ്ങളെ, അതിശക്തമായ മഴയത്തും ഈ ശബ്ദം അടുത്തു നിന്നും അകലെ നിന്നും ശ്രവിക്കുന്ന ഏറ്റവും ബഹുമാനമുള്ള ഈ നാട്ടിലെ സഹോദരി സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. വളരെ കുറഞ്ഞൊരു സമയം കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ പോഷക ഘടകമായ ഇത്തിഹാദ് ശുബാനുൽ മുജാഹിദീൻ കേരളക്കരയിൽ നടത്തിവരുന്ന ലഹരി നാശമാണ്, അടുക്കരുത്, അടുപ്പിക്കരുത് എന്ന ഏറ്റവും പ്രൗഢമായ ആശയത്തെക്കുറിച്ച് അല്പനേരം മാത്രമാണ് ഈ നവോത്ഥാന സമ്മേളനത്തിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ 70ഓളം കൊലപാതകങ്ങളാണ് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തത്. അതിൽ 40 കൊലപാതകങ്ങളും ലഹരിയുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ സ്വന്തം ഉമ്മയെയും ഉപ്പയെയും കൊന്നവരുണ്ട്, അംഗവൈകല്യം വരുത്തിയവരുണ്ട്, കഠാര കൊണ്ട് നെഞ്ചത്തേക്ക് കുത്തിയിറക്കിയവരുണ്ട്, ജീവിതത്തിൽ സ്വന്തം കുഞ്ഞനിയനെ ഭക്ഷണം വാങ്ങിക്കൊടുത്ത് പിന്നീട് നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയവരുണ്ട്, സ്വന്തം ജനനേന്ദ്രിയത്തിൽ ലഹരി പദാർത്ഥങ്ങൾ വെച്ച് അത് വിൽപ്പന നടത്തിയ പെൺകുട്ടികളുണ്ട്, സ്വന്തം മക്കളെ ഉപയോഗിച്ച് ലഹരി പദാർത്ഥങ്ങൾ മറ്റൊരു സ്റ്റേറ്റിലേക്ക് കടത്തി അതിൻ്റെ വരുമാനം കൊണ്ട് ജീവിച്ച മാതാപിതാക്കളുണ്ട്. ഇതെല്ലാം കേരളക്കരയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഈ നാട്ടിൽ പറയുന്ന ഒരൊറ്റ ഭാഗം മാത്രമാണ് പറയുന്നത്. നമ്മൾ അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോഴെല്ലാം ലഹരിക്കെതിരെ വലിയ ഫ്ലെക്സ് ബോർഡുകൾ കാണുന്നു. എല്ലാ ആളുകൾ കൂടുന്നിടത്തും ലഹരിക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ കാണുന്നു. ഗവൺമെൻറ് തലത്തിൽ നിന്ന് പോലും സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നു. ഞങ്ങൾ അധ്യാപകരാണ്. അധ്യാപകരോട് വിദ്യാഭ്യാസ മന്ത്രി സ്കൂൾ തുറന്ന് ആദ്യത്തെ 2 ആഴ്ചയോളം 3 ആഴ്ചയോളം നിങ്ങൾ പാഠപുസ്തകങ്ങൾ എടുക്കണ്ട, ലഹരിക്കെതിരെയുള്ള സന്ദേശങ്ങളും ധാർമ്മികമായ സന്ദേശങ്ങളും അല്പമൊക്കെ നിങ്ങൾ മക്കൾക്ക് നൽകണം എന്ന് പറയാൻ മാത്രം നമ്മുടെ നാട്ടിൽ ഇത് വലിയ ഒരു വിപത്തായി വന്നു. സഹോദരങ്ങളെ, ഇസ്ലാഹി പ്രസ്ഥാനം ഇതിൽ ചോദിക്കുന്നത് എന്താണ് പരിഹാരം എന്നതാണ്. നമ്മൾ നടത്തുന്ന വലിയ ക്യാമ്പയിനുകൾ കൊണ്ട് ആത്യന്തികമായ പരിഹാരമുണ്ടാകുമോ? നമ്മൾ നടത്തുന്ന മുദ്രാവാക്യങ്ങൾ കൊണ്ട് ആത്യന്തികമായ പരിഹാരമുണ്ടാകുമോ? ഇല്ല എന്നതാണ് സത്യം. കഴിഞ്ഞ 1.5 മാസം മുമ്പ് കേരളത്തിലൊരു പത്രത്തിൽ റിപ്പോർട്ട് ഞാൻ പറയാം. 2 യുവാക്കൾ അല്ലെങ്കിൽ 2 മധ്യവയസ്കർ, അവർ 3 കിലോ കഞ്ചാവുമായി, ലഹരി പദാർത്ഥവുമായി പിടിയിലായി. ഇതൊരു പുതുമയുള്ള വാർത്തയല്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഞാനിത് പറയാനുള്ള കാരണം അതിൻ്റെ താഴേക്ക് വായിക്കാം. ആ 2 പേർ, 3 കിലോ കഞ്ചാവുമായി പിടിയിലായ 2 പേർ ലഹരി വിരുദ്ധ ക്ലാസ് എടുക്കുന്ന മധ്യവയസ്കരും അധ്യാപകരുമായിരുന്നു എന്നാണ്. നാട്ടിൽ ലഹരിക്കെതിരെ പ്രസംഗിക്കുന്ന, ക്ലാസ് എടുക്കുന്ന, മോട്ടിവേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന 2 പേരെ 3 കിലോ കഞ്ചാവുമായി പിടിക്കപ്പെടുന്നു എന്നത് നമ്മുടെ നാട്ടിൽ നമ്മുടെ നടത്തുന്ന വിപ്ലവങ്ങൾക്ക് മുന്നിലുള്ള ചോദ്യചിഹ്നമാണ്. എന്താണ് പരിഹാരം? ആ പരിഹാരമാണ് ലോകത്ത് എവിടെയെങ്കിലും ലഹരി ഇല്ലാതാക്കിയ ഒരു നാടുണ്ടോ എന്ന് പരിശോധിക്കുക, അതിന് കാരണമായ ആദർശമുണ്ടോ എന്ന് പരിശോധിക്കുക, അതിന് നേതൃത്വം നൽകിയ ഏതെങ്കിലും നവോത്ഥാന നായകനുണ്ടോ എന്ന് പരിശോധിക്കുക. ആ ചോദ്യങ്ങളുടെ ഉത്തരം മദീനയിലേക്ക് വരും. ആ ചോദ്യങ്ങളുടെ ഉത്തരം പരിശുദ്ധ ഖുർആനിലേക്ക് വരും. ആ ചോദ്യത്തിന്റെ ഉത്തരം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വരും. കാരണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ ലഹരി ഉപയോഗിക്കാത്തൊരു വീടല്ല, ഒരു വ്യക്തിയല്ല, ലഹരി ജീവിതത്തിൽ എന്നേക്കുമായി ഉപേക്ഷിച്ച ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അധിപനായിട്ടാണ് ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോയത്. പ്രവാചകൻ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ ആയിരക്കണക്കിന് വീടുകളിൽ ലഹരി എന്ന് പറയുമ്പോഴേക്കും എന്നേക്കുമായി ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിച്ച ലക്ഷക്കണക്കിന് മനുഷ്യരുടെ നേതാവായിട്ടാണ് വിട പറഞ്ഞു പോയത്. എങ്ങനെയാണ് പ്രവാചകൻ ആ നവോത്ഥാനം ഉണ്ടാക്കിയത്? കാരണം മദീനയിലേക്ക് പ്രവാചകൻ വരുമ്പോൾ മദീനയിലുണ്ടായിരുന്ന ആളുകൾ ലഹരി ഉപയോഗിച്ചവർ ആയിരുന്നു എന്ന് പറയുന്നത് ശരിയല്ല. മറിച്ച് ലഹരിയില്ലാതെ ജീവിക്കാൻ കഴിയാത്തവരായിരുന്നു എന്നതായിരുന്നു സത്യം.
അവരുടെ ഭക്ഷണത്തിൽ ഭൂരിപക്ഷവും ലഹരിയുമായി ബന്ധപ്പെട്ടതായിരുന്നു. അവർ കവികൾ ഒന്നിച്ചുകൂടി സമ്മാനം കൊടുക്കുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ടതായിരുന്നു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറകൾ ഉണ്ടാക്കി അതിന്റെ സമ്മാനം ലഹരിയായിരുന്നു. എല്ലാ മേഖലയിലും വിരുന്നുകളിലും സൽക്കാരങ്ങളിലും ആഘോഷങ്ങളിലും യാത്രകളിലും പട്ടണങ്ങളിലുമെല്ലാം ലഹരി ജീവിതത്തിന്റെ ഉന്മാദമായി, ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറ്റിയിരുന്ന ആളുകൾ. അവരിലേക്കാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ല ഫീ ളലാലിൻ മുബീൻ. അള്ളാഹുവിന്റെ ആദർശം, ദീൻ അവിടെ ഹൃദയങ്ങളിലേക്ക് കൈമാറി കൊടുത്തത്. പ്രവാചകൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കള്ളു കുടിക്കരുത് എന്നല്ല, വിശ്വാസികളെ, മനുഷ്യരെ, നിങ്ങൾക്ക് ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. അമ്മ ഹസിബത്തും അന്നമാ ഖലഖനാകും അബസ. പ്രിയപ്പെട്ട മനുഷ്യരെ, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ വൈക്കോലും കാടിവെള്ളവും കൊടുത്തു വളർത്തുന്ന കന്നുകാലികൾ ചത്തുപോകുന്നത് പോലെ അവസാനിക്കാനുള്ളതാണ് നിങ്ങളുടെ ജീവിതം എന്നാണോ നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത്? പ്രിയപ്പെട്ട മനുഷ്യരെ, നിങ്ങൾ വറ്റും അരിമണിയും കൊടുത്തു വളർത്തുന്ന നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു ചെറിയ കോഴിയോ ഒരു പ്രാവോ ഏതെങ്കിലും ഒരു ദിവസം ഇലക്ട്രിക് ഷോക്ക് കമ്പി കട്ടി അത് ചത്തൊടുങ്ങുന്നത് പോലെ ഒരു ദിവസം ഇല്ലാതായി പോകുകയും പിന്നീട് യാതൊരു വിധത്തിലുള്ള വിചാരണയും ഇല്ലാത്ത ഒരു ജീവിതമാണ് നിങ്ങൾക്ക് വരിക എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എങ്കിൽ മനുഷ്യർക്ക് മാത്രം എന്തിനാണ് ബുദ്ധി അള്ളാഹു നൽകിയത്? മനുഷ്യർക്ക് മാത്രം എന്തിനാണ് ഇഖ്തിയാർ, തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു നൽകിയത്? അല്ല, അള്ളാഹുവിങ്കലേക്ക് നമ്മൾ മരണത്തിനു ശേഷം തിരിച്ചു പോകാനുണ്ട്. ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. അള്ളാഹുവിലേക്ക് നമ്മൾ തിരിച്ചു പോകും. അവിടെ അള്ളാഹു നൽകുന്ന ഒരു വിചാരണയുണ്ട്, മാലിക് യൗമുദ്ദീൻ ഉണ്ട്. അവിടെ ഫരീഖുൽ ജന്ന വ ഫരീഖുൽ സഈർ. ഒരു വിഭാഗം ആളുകളെ സ്വർഗ്ഗത്തിലേക്ക് അള്ളാഹു ആനയിക്കും, മറ്റൊരു വിഭാഗം ആളുകളെ അള്ളാഹു നരകത്തിലേക്കും ആനയിക്കും. അവിടെ ലോകത്തെ ഏറ്റവും മനോഹരമായ സ്വർഗത്തിന് അവകാശികളാകാൻ നിങ്ങൾ ലഹരി ജീവിതത്തിൽ ഉപേക്ഷിക്കണമെന്ന് പ്രവാചകൻ അവരോട് പറഞ്ഞു. ലോകത്ത് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ചൂടിനേക്കാൾ 69 ഇരട്ടിയുള്ള മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ബലിഷ്ഠമായ തലയോട്ടി പോലും സെക്കൻഡുകൾ കൊണ്ട് വെള്ളമാകുന്ന അത്രമാത്രം ഭയാനകമായ നരകത്തിന്റെ തീജ്വാലകളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുവാൻ നിങ്ങൾ എന്തു ചെയ്യണം എന്ന ചോദ്യത്തിന് പ്രവാചകൻ എണ്ണി പറഞ്ഞെടുത്ത് നിങ്ങൾ ലഹരിയോട് അടുക്കരുത് എന്ന് പറഞ്ഞു. അവിടെ മനസ്സുകളിലാണ് മാറ്റമുണ്ടായത്, അവിടെ ഹൃദയങ്ങളിലാണ് മാറ്റമുണ്ടായത്. കള്ളുകൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചവർ, കള്ളിൽ മാത്രം ജീവിച്ചവർ, ലഹരി ജീവിതത്തിന്റെ ഭാഗമാക്കിയവർ അവരാണ് അബ്കാരി കോൺട്രാക്ടർമാർ വരെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ സഹാബാക്കളുടെ ജോലികളായിരുന്നു. അവരിലേക്കാണ് അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആയത്ത് പ്രവാചകൻ ഓതിക്കേൽപ്പിച്ചു കൊടുത്തത്. വിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസർ, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിറങ്ങി. നിങ്ങൾക്ക് ലഹരിത അള്ളാഹു എന്നേക്കുമായി നിരോധിച്ചിട്ടുണ്ട്. നരകത്തിലേക്ക് എത്തുന്ന, രണ്ട് ലോകത്തും നിങ്ങൾക്ക് പരാജയം നൽകുന്ന അള്ളാഹു നിരോധിച്ച പാനീയമാണ്, അള്ളാഹു നിരോധിച്ച ഹറാമാണത്. ഒഴിവാക്കണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, എങ്കിലാണ് നിങ്ങൾ ലോകത്ത് വിജയിക്കുക എന്ന്. സഹോദരങ്ങളെ, കള്ളിന്റെ ചഷകങ്ങളും ബാരലുകളും ജീവിതത്തിൽ ഉപയോഗിച്ചിരുന്ന കച്ചവടക്കാർ സ്വന്തം കൈകൾ കൊണ്ട് അതേ ബാരലുകൾ തല്ലിപ്പൊട്ടിച്ചു. മദീനയുടെ തെരുവോരങ്ങളിൽ സ്വന്തം പണം കൊടുത്തവർ വാങ്ങി കച്ചവടം നടത്തിയ കള്ളിന്റെ ചഷകങ്ങൾ പുഴ പോലെ ഒഴുകി. സ്വന്തം കൈകളിൽ ഉണ്ടായിരുന്ന കള്ളിന്റെ ചെറിയ ചെറിയ പാത്രങ്ങൾ അവർ താഴേക്ക് എറിഞ്ഞു പൊട്ടിച്ചു. കുടിച്ചിരുന്ന കള്ളുകൾ വായിലേക്ക് കൈവിരകൾ തിരുകി പുറത്തേക്ക് ഛർദിച്ചവർ കളഞ്ഞു. അവസാനം പ്രവാചകന്റെ അടുക്കലേക്ക് വന്ന്, പ്രവാചകരെ, ഞങ്ങൾക്കൊരു സംശയമുണ്ട്. എന്താണത്? അള്ളാഹുവിന്റെ ആയത്ത് ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് വിലപിക്കാറായില്ലേ എന്ന ആയത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കച്ചവട കേന്ദ്രങ്ങളിൽ നിന്ന് തല്ലിപ്പൊട്ടിച്ചിട്ടുള്ള വലിയ വലിയ കള്ളിന്റെ ബാരലുകൾ ഒഴുകിയ സ്ഥലങ്ങളിൽ പിന്നീട് ചെറിയ ചെറിയ പുൽനാമ്പുകൾ ഉണ്ടായി. ആ പുൽനാമ്പുകൾ ഞങ്ങളുടെ ഒട്ടകങ്ങൾ കഴിച്ചിട്ടുണ്ട്. ആ ഒട്ടകങ്ങൾ അതിനുശേഷം ഞങ്ങൾക്ക് നൽകുന്ന പാല് ഞങ്ങൾക്ക് കുടിക്കുന്നത് ഇസ്ലാമികമായി ഹലാലാണോ, ഇസ്ലാമികമായി ഹറാമാണോ എന്ന് ചോദിക്കുന്നതിലേക്ക് ഒരു നാടെങ്ങനെ മാറി, ഒരു പ്രദേശം എങ്ങനെ മാറി, ഒരു അങ്ങാടി എങ്ങനെ മാറി, ഒരു രാജ്യം എങ്ങനെ മാറി. ആ മാറ്റമാണ് കേരളക്കരയിലും ഇന്ത്യ രാജ്യത്തും ലോകത്തും ലഹരി ഇല്ലാതെയാക്കാനുള്ള ഏക ഇസ്ലാം പറയുന്ന ഏക മാർഗദർശനം, ഇസ്ലാം പറയുന്ന ഏക പരിഹാരം. ആ പരിഹാരം
ധാർമ്മികമായ ജീവിതമാണ്, ഹൃദയത്തിൽ ദൈവികമായ ബോധമാണ്. സഹോദരങ്ങളെ, ആ ബോധമില്ലാതെ നാട്ടിലുള്ള മോട്ടിവേഷൻ ആളുകൾ, നാട്ടിലുള്ള രാഷ്ട്രീയ പ്രവർത്തകന്മാർ അവർ പറയുന്നത് നമ്മുടെ മക്കൾ ലഹരിയിൽ നിന്ന് മോചിതമാകാൻ കലാകായിക മേഖലകളിലേക്ക് അവരെ പറഞ്ഞയച്ചാൽ മതി എന്നാണ്. കേരളത്തിൽ കഴിഞ്ഞ ഒരു മാസത്തോളമായി നടന്നുകൊണ്ടിരിക്കുന്ന ചീഞ്ഞു നാറുന്ന വൃത്തികെട്ട കഥകൾ ഈ നാട്ടിലെ കലാമേഖലകളിലെ ആളുകളുടെ ലഹരി ഉപയോഗത്തെ കുറിച്ചാണ്. നമ്മൾ കണ്ടില്ലേ സഹോദരങ്ങളെ, ലോകത്ത് ഇവിടെയുള്ള യുവാക്കൾ, നിങ്ങൾ AI കാലഘട്ടത്താണല്ലോ, ChatGPT കാലഘട്ടത്താണല്ലോ. ലോകത്ത് ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കപ്പെടുന്ന 3 മേഖലകൾ അടിച്ചു നോക്കൂ. 1 കലാമേഖലയാണ്, 2 കായിക മേഖലയാണ്, 3 ഫാഷൻ മേഖലയാണ്. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പറയുന്നത് യുവാക്കളെ ബാക്കിയുള്ള മേഖലകളിലേക്ക് വിട്ടാൽ അവർ ലഹരി ഉപയോഗം നിർത്തുമെന്നാണ്. അവർ നിർത്തില്ല. പക്ഷേ മനസ്സിൽ ദീനുണ്ടോ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമുണ്ടോ, തഖ്വയുണ്ടോ, എവിടെ പോയാലും അവർ അവരുടെ ജീവിതത്തിൽ അള്ളാഹു നിരോധിച്ച പാനീയം അവർ ഉപേക്ഷിക്കും. നോക്കൂ നിങ്ങൾ, ലക്ഷോപലക്ഷം വരുന്ന മുസ്ലിം സഹോദരങ്ങൾ, അവർ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ലഹരി പോലും, ഒരു പൊടി പോലും, ഒരു സ്റ്റിക്കർ പോലും, ഒരു വലി പോലും, ഒരു പാനീയം പോലും ഇന്ന് വരെ നമ്മൾ തൊടാത്തതിന് കാരണം എന്താണ്? ഇന്ത്യ രാജ്യത്ത് അറസ്റ്റ് ചെയ്യുമെന്ന് ഭയന്നിട്ടാണോ? ഈ നാട്ടിൽ ഏതെങ്കിലും ആളുകൾ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണോ? അല്ലല്ലോ. എന്തുകൊണ്ടാണ് നമ്മളാലും ലഹരി ഉപയോഗിക്കാത്തത്? ലഹരി ഉപയോഗിക്കുന്ന സ്ഥലങ്ങളും കിട്ടുന്ന സ്ഥലങ്ങളും അറിയാത്തത് കൊണ്ടാണോ? ഇവിടെ നിന്ന് ഗൂഡല്ലൂരിലേക്ക് വണ്ടി കയറി, ഇവിടെ നിന്ന് പട്ടായിലേക്ക് വണ്ടി കയറി, ഇവിടെ നിന്ന് കശ്മീരിലേക്ക് വണ്ടി കയറി, ഇവിടെ നിന്ന് കുളുമണാലിലേക്ക് വണ്ടി കയറി, ഇവിടെ നിന്ന് തായ്ലാന്റിലേക്ക് വണ്ടി കയറി, ആരാരും കാണാതെ ശീതീകരിച്ച റൂമിൽ കൂട്ടുകാരോടൊന്നിച്ച് ബിയറടിക്കുവാനും കള്ളു കുടിക്കാനും അറിയാത്ത ഏത് മുസ്ലിം സഹോദരങ്ങളാണ് ഇവിടെയുള്ളത്? എല്ലാം അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് ആരാരും കാണുന്നില്ലെങ്കിലും ആരാരും അറിയുന്നില്ലെങ്കിലും ഒരു പൊടി പോലും ജീവിതത്തിൽ വെക്കാത്തത്? ഒരേ ഒരു കാരണമുള്ളൂ, അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. എന്താണ് ആ കൽപ്പന? വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അൽ ഖംറു ഉമ്മുൽ ഫവാഹിസ്, ലോകത്തെ എല്ലാ പാപങ്ങളുടെയും മാതാവ് ലഹരിയാണ്. നിങ്ങളത് ചെയ്യരുത്. ആരും കാണാതെ നിങ്ങൾ റൂമുകളിൽ നിന്ന് ഉപയോഗിക്കുകയാണെങ്കിലും മാതാപിതാക്കൾ കാണുന്നില്ല, ഭരണാധികാരികൾ അറിയുന്നില്ല, കൈക്കൂലി കൊടുത്തൊതുക്കാം, എല്ലാം ശരിയാണ്. പക്ഷേ നാളെ പരലോകത്ത് അള്ളാഹു കൊണ്ടുവരും. നിങ്ങൾ കുടിച്ചതും നിങ്ങൾ തുറന്നതും നിങ്ങൾ കാതിട്ട് പൂട്ടിയതും നിങ്ങൾ താഴിട്ട് പൂട്ടിയതും അള്ളാഹു കൊണ്ടുവരും. ആ പടച്ചവന്റെ മുന്നിൽ നമ്മൾ ഒറ്റക്ക് നിൽക്കേണ്ടി വരും സഹോദരങ്ങളെ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞ് നസഅല്ലാഹു മിൻഹു അൽ ഈമാൻ. ഏതെങ്കിലും യുവാക്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ, ചങ്ങാതിമാരുടെ കൂടെ ടൂർ പോയി ആ ബസിന്റെ പിന്നിൽ നിന്നോ, നാട്ടിൽ നടക്കുന്ന ഏതെങ്കിലും കലാമേളയുടെ പിൻവശത്തു നിന്നോ, ചങ്ങാതിമാരുടെ കല്യാണത്തിന്റെ തലേ ദിവസത്തിന്റെ അന്നോ, നാട്ടിൽ നടക്കുന്ന 7 ഫുട്ബോളിന്റെ മറവിലോ, ഏതെങ്കിലും ഗ്രൗണ്ടിന്റെ സൈഡ് ഭാഗത്തോ ചങ്ങാതിമാരെ കൂട്ടി കോഴിക്കോട് ബീച്ചിൽ പോയി ആരാരും കാണാതെ റൂമെടുത്ത് അതിന്റെ പിന്നാമ്പുറത്തു നിന്നോ ഏതെങ്കിലും പെത്തടിനാകട്ടെ, ബ്രൗൺ ഷുഗർ ആകട്ടെ, കഞ്ചാവാകട്ടെ, MDMA ആകട്ടെ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ പ്രവാചകന്റെ വാക്ക് നസഅല്ലാഹു മിൻഹു അൽ ഈമാൻ, അവന്റെ ശരീരത്തിൽ അല്ലാഹു ഈമാനെ വലിച്ചെടുക്കും. ഏതുപോലെ സ്വന്തം ഷർട്ട് ശരീരത്തിൽ നിന്ന് ഊരിയെടുക്കാൻ എത്ര സെക്കൻഡ് മതിയോ അതുപോലെ. എന്നിട്ടോ ജാഹിലിയ, അബൂജഹൽ ചത്തുമരച്ചതുപോലെ മലക്കേണ്ടി വരും എന്ന ബോധം കൊണ്ടാണ്, എന്ന ഖുശൂ കൊണ്ടാണ്, എന്ന ഭക്തി കൊണ്ടാണ് ലക്ഷോപലക്ഷം വരുന്ന മുസ്ലിം ചെറുപ്പക്കാർ അവിടെ കൺമുന്നുകളിൽ വിൽക്കുന്ന കേന്ദ്രങ്ങളുണ്ട്, അവിടെ കൂട്ടുകാരിൽ വലിക്കുന്ന കൂട്ടുകാരുണ്ട്, അവിടെ സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ തൊടില്ല. ആ തൊടാത്തതിന്റെ ഭക്തിയാണ് ലോകത്തിന് മാതൃക. ആ മാതൃകയാണ് കേരളക്കരയിലും ഉണ്ടാകേണ്ടത്. അതിന് നമ്മുടെ മക്കളെ, യുവാക്കളെ ദീനിന്റെ വഴിയിലേക്ക് കൊണ്ടുവരണം. ഞാൻ ആലോചിക്കുകയാണ്, ഉപ്പയില്ലാതെ വളരുന്ന ഒരു കുട്ടി, അവന്റെ ജീവിതത്തിലെ ചെറുപ്പത്തിൽ പിതാവ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. പിതാവിന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് മകനെ എഞ്ചിനീയർ ആക്കുക എന്നത്. ഉമ്മ ആ സ്വപ്നത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി കോറിയിൽ പോയിട്ട് മെറ്റൽ പൊട്ടിച്ചിട്ടാണ് അവനെ വളർത്തിയത്. ഒരു ഉപ്പയുടെ കൂലിപ്പണിക്ക് പോകുന്ന ഒരു ഉപ്പയുടെ കയ്യിന്റെ ഉള്ളനടിയിൽ ഉണ്ടാകുന്ന തഴമ്പിനേക്കാൾ കൂടുതൽ 10, 40, 50 വയസ്സുള്ള ഒരുമ്മ മകന് വേണ്ടി കോറിയിൽ പോയി മെറ്റലടിച്ചിട്ടാണ് അവനെ വളർത്തിയത്. 10ാം ക്ലാസ്സിൽ ഫുൾ A+, +2 ഫുൾ A+. നാട്ടിൽ സ്വീകരണങ്ങൾ ഉണ്ടായി, ഫ്ലക്സ് ബോർഡുകൾ പൊന്തി. കേരളത്തിന് പുറത്തെ ഏറ്റവും മികച്ച എഞ്ചിനീയർ സ്ഥാപനത്തിലേക്കാണ് അവൻ പോയത്, പഠിക്കാൻ പോയത്, അഡ്മിഷൻ കിട്ടിപ്പോയത്. 6 മാസത്തിന് ശേഷം തിരിച്ചു വരുമ്പോൾ അവന്റെ സ്വഭാവത്തിൽ മാറ്റം തുടങ്ങി. വരുന്നതിന്റെ ഡ്യൂറേഷൻ പെട്ടെന്നായി.
ചോദിക്കുന്ന പണം കൂടുതലായി. ഉമ്മാക്ക് മനസ്സിലായി മകൻ എന്തോ ഇതുവരെ പോയിരുന്ന രൂപത്തിലല്ല. ഉമ്മ അല്പമൊക്കെ കർശനമായി വിലക്കി. പണം കൊടുക്കാതെയായി. അവൻ ചൂടാകാൻ തുടങ്ങി, കയ്യുയർത്താൻ തുടങ്ങി, ഉമ്മയോട് തർക്കിക്കാൻ തുടങ്ങി, ക്ഷോഭിക്കാൻ തുടങ്ങി, അക്ഷമനാകാൻ തുടങ്ങി. അവസാനം ഉമ്മ തീരെ തരില്ല എന്ന് മനസ്സിലാക്കി പോയി. പിറ്റത്തെ മാസം ആദ്യത്തെ ആഴ്ച വന്നു. വീണ്ടും ഉമ്മയോട് പണം ചോദിച്ചു. തരില്ല എന്ന് പറഞ്ഞു. അവന്റെ ചെറുപ്പത്തിൽ വാപ്പ മരിച്ചത് മുതൽ അവനെ നോക്കുന്ന ഉമ്മയെ അവനറിയാം. രാത്രി 3 മണിക്ക് അല്ലാഹുവിനോട് സംസാരിക്കാൻ, മുനാജാത്ത് നടത്താൻ, തഹജ്ജുദ് നമസ്കരിക്കാൻ എഴുന്നേൽക്കുന്ന ഉമ്മയെ 3 മണിക്ക് അവൻ കാത്തുനിന്നു. 3:15 സുജൂദിലേക്ക് പോകുന്നെന്ന് അവനറിയാം. ലോകത്ത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയത്ത്, ആകാശത്തിന്റെ ചുവട്ടിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആരാധനാകർമ്മത്തിൽ, ആ ആരാധനാകർമ്മത്തിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സുജൂദിൽ ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കെ ചരവ കൊണ്ട് ഉമ്മയുടെ തലക്കടിച്ചു കൊന്നവൻ. സഹോദരങ്ങളെ, എന്തേ പ്രവാചകൻ പറഞ്ഞതറിയോ? ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞത് ഉമ്മുൽ ഫവാഹിഷ് വ അക്ബറുൽ കബായിർ, ലോകത്തെ ഏറ്റവും വലിയ പാപങ്ങൾ ചെയ്യും ഒരു മനുഷ്യൻ ലഹരി ഉപയോഗിച്ചാൽ അവനാണ് പിന്നീട് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞത്, ഞാൻ എൻ്റെ ഉമ്മയെ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ പറഞ്ഞതല്ല. അത്ഭുതം എന്തെന്നറിയോ സുഹൃത്തുക്കളെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമേ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യം ഇന്ന് മീഡിയകളിൽ വാർത്താ അവതാരകന്മാർ ഇന്ന് ആളുകളുടെ മുന്നിൽ അത്ഭുതത്തോടു കൂടി പറയാൻ. എന്താണത്? ലഹരി ഉപയോഗിക്കുന്ന ചില ആളുകൾ അല്ല പല ആളുകളും ഉമ്മയെ കൊന്നു, കുടുംബത്തിൽ ബലാത്സംഗം നടത്തി. അപ്പൊ ആളുകൾ പറയാൻ, മാധ്യമങ്ങൾ പറയാൻ, അത്ഭുതമായിരിക്കുന്നു, ഇതാ ലഹരി ഉപയോഗിച്ച വെറും യുവാവ് 22കാരൻ ഉമ്മയെ തോന്നിവാസം ചെയ്തു, പെങ്ങളെ തോന്നിവാസം ചെയ്തു. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കേരളത്തിലെ മുഴുവൻ കവലകളിലും ഫ്ലെക്സ് ബോർഡുകളാക്കി വെക്കണമെന്നാണ് ഇസ്ലാഹി പ്രസ്ഥാനം ആഗ്രഹിക്കുന്നത്. പ്രവാചകന്റെ വാക്കെന്താ അറിയോ? അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ്, ലോകത്തെ ഏറ്റവും വലിയ പാപങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമതാണ് ലഹരി. ലഹരിയുടെ തിന്മയുടെ മാതാവാണ് ലഹരി. വഅക്ബറുൽ കബായിർ മൻ ശരിബഹ, ആരെങ്കിലും വലിയായി, പുകയായി, പൊടിയായി, പാനീയമായി, സിറിഞ്ചായി, സിന്തറ്റിക്കായി ശരീരത്തിൽ ലഹരി ഉപയോഗിച്ചാൽ അവനവന്റെ ഉമ്മയെ തോന്നിവാസം ചെയ്യും, എളാമയെ തോന്നിവാസം ചെയ്യും, മൂത്തമ്മയെ തോന്നിവാസം ചെയ്യും. അന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വേദികളിൽ നിന്ന് ധാർമ്മികമായി പ്രസംഗിക്കുന്ന പണ്ഡിതന്മാർ വർഷങ്ങൾക്ക് മുമ്പ് ഇത് പറഞ്ഞപ്പോ ഈ നാട്ടിലെ നവോത്ഥാന നായകന്മാരെന്ന് പറയപ്പെടുന്നവർ അന്ന് പറഞ്ഞത് കളിയാക്കിയിട്ടാണ്. എന്തെന്നറിയോ? ഇവരൊക്കെ ഏത് നൂറ്റാണ്ടിന്റെ കാര്യ പറയണത്? അങ്ങനെയൊക്കെ സംഭവിക്കോ? ഇവിടെ എത്രങ്ങാൻ ആൾക്കാർ കുടിക്കുന്നുണ്ട്, എത്രങ്ങാൻ ആൾക്കാർ വലിക്കുന്നുണ്ട്. അതേ ആളുകൾ ഇന്നിതാ ചാനലിൽ വന്ന് പറയാൻ അത്ഭുതത്തോടു കൂടി, എന്ത് ഇതാ ലഹരി ഉപയോഗിച്ചവൻ ഉമ്മയുടെ മെക്കെട്ട് കയറുന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പറഞ്ഞത് ഇന്ന് ഏറ്റു പറയുന്നു. സന്തോഷം തന്നെയാണ്. പ്രവാചകൻ വെറുതെ പറഞ്ഞു നിർത്തിയില്ല. ഏതൊരു മനുഷ്യന്റെയും ഹൃദയത്തിലേക്ക് തുളച്ചു കയറുമാറാണ് പ്രവാചകൻ പറഞ്ഞത്. പ്രവാചകൻ സഹാബാക്കളോട് പറഞ്ഞു, സഹാബാക്കളെ, ലഹരി നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നിർത്താൻ കഴിയില്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ അവസാനിപ്പിക്കാൻ കഴിയില്ല. എന്നിട്ട് പ്രവാചകൻ അവർക്ക് മനോഹരമായ, ഏതൊരു ഉമ്മാക്കും കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന, ഏതൊരു അധ്യാപകനും മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന, ഏതൊരു സാധാരണ മനുഷ്യന്റെയും ഹൃദയത്തിൽ ആന്തോളനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന മനോഹരമായ കഥയാണ് പ്രവാചകൻ പറഞ്ഞു കൊടുത്ത്. പ്രവാചകൻ പറഞ്ഞ ഒരു യുവാവ് അവന്റെ ഉമ്മയെയും പെങ്ങളെയും കൊണ്ട് മരുഭൂമിയിലൂടെ യാത്ര പോവുകയാണ്. യാത്രക്കിടയിൽ മരുഭൂമിയിലെ കൊള്ളക്കാർ ആ കുടുംബത്തെ വലയം ചെയ്തു, കൊള്ളയടിച്ചു, ബന്ദികളാക്കി. ആ യുവാവ് ഉമ്മാക്കും പെങ്ങൾക്കും വേണ്ടി ഇവരോട് സംഘത്തോട് യാചിച്ചു. അവർ പറഞ്ഞു, ശരി, നിങ്ങളെ വെറുതെ വിടാം, പക്ഷേ 3 കാര്യം ചെയ്യണം. 1, ഉമ്മയെ നീ കൊല്ലണം, എങ്കിൽ നിന്നെയും പെങ്ങളെയും വെറുതെ വിടാം. അവൻ പറഞ്ഞു, ഉമ്മയെ കൊല്ലേ. ജീവിതത്തിൽ അള്ളാഹും പ്രവാചകനും കഴിഞ്ഞാൽ ഞാൻ ലോകത്തെ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ ഉമ്മാനെ ഞാൻ കൊന്നിട്ട് ഞാനും പെങ്ങളും മാത്രം രക്ഷപ്പെടേ? മുസ്തഹീൽ, അസാധ്യം, നടക്കൂല. എങ്കിലൊരു കാര്യം, പെങ്ങളെ തോന്നിയാസം ചെയ്താൽ മതി. ഉമ്മയെ കൊല്ലുന്നതിന് പകരം പെങ്ങളെ തോന്നിയാസം ചെയ്യേ? നിങ്ങൾ എന്താണ് പറയണത്? സ്വന്തം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഒരേ രക്തത്തിൽ പിറന്ന എൻ്റെ പ്രിയപ്പെട്ട കൊച്ചനിയത്തിയെ തോന്നിവാസം ചെയ്തിട്ട് ഞാൻ രക്ഷപ്പെടേ?
കഴിയില്ല എങ്കിൽ മൂന്നാമത്തേത്, ഞങ്ങൾ തരുന്ന ലഹരി നീ ഉപയോഗിച്ചാൽ മതി. അതിൻ്റെ ലഹരിയുടെ സ്വാധീനം നിന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ നിന്നെയും ഉമ്മയെയും പെങ്ങളെയും രക്ഷപ്പെടുത്താം. ഏതൊരു യുവാവിനെ പോലെ, ഏതൊരു സാധാരണക്കാരനെ പോലെ അയാളും തെരഞ്ഞെടുത്തത് മൂന്നാമത്തേതാണ്. അവർ ആ യുവാവിൻ്റെ ശരീരത്തിൽ ലഹരി പ്രവേശിപ്പിച്ചു. ജീവിതത്തിൽ ആദ്യമായി ശരീരത്തിൽ ലഹരി പ്രവേശിച്ചു. വീര്യം കൂടിയ ലഹരി അവൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ആ പ്രവർത്തനത്തിൻ്റെ സ്വാധീനം ബുദ്ധി മറിയാൻ തുടങ്ങി, ചിന്ത മാറാൻ തുടങ്ങി, ആലോചനകൾ മറിയാൻ തുടങ്ങി. ലഹരി അവൻ്റെ ശരീരത്തിൽ അതിശക്തമായ സ്വാധീനം ചെലുത്താൻ തുടങ്ങി. ആ സ്വാധീനത്തിൽ കണ്ണുകൾ മയങ്ങാൻ തുടങ്ങി, ബുദ്ധിമേൽ കീഴ്മേൽ മറിയാൻ തുടങ്ങി. മുന്നിൽ നിൽക്കുന്നവൻ്റെ പെങ്ങളെ സുന്ദരിയായ മറ്റൊരു പെൺകുട്ടിയായി ലഹരി അവനെ കൊണ്ട് തോന്നിപ്പിച്ചു. അവൻ അവളിലേക്ക് ആഞ്ഞു ചെന്നു, ശക്തമായി ബലിഷ്ഠമായി പിടിച്ചു, തോന്നിവാസം ചെയ്തു. സ്വന്തം മകളെ തോന്നിവാസം ചെയ്യുന്നത് കണ്ടിട്ട് ആ പാവപ്പെട്ട ഉമ്മ, പ്രായമുള്ള ഉമ്മ ഓടി വന്നു, തടുത്തു. ലഹരിയുടെ അതിശക്തമായ പ്രേരണയിൽ, സ്വാധീനത്താൽ തൻ്റെ തോന്നിവാസത്തിന് തടസ്സം നിൽക്കുന്നൊരു സ്ത്രീയായിട്ടാണ് ആ യുവാവിന് ഉമ്മയെ തോന്നിയത്. ബലിഷ്ഠമായ കരങ്ങൾ കൊണ്ട് ഉമ്മയുടെ കഴുത്തിന് പിടിച്ചു. അതിശക്തമായ മകന്റെ കരങ്ങൾക്കുള്ളിൽ വെച്ചിട്ട് ആ ഉമ്മ പിടഞ്ഞു. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം, സമയത്തിന് ശേഷം ലഹരിയുടെ സ്വാധീനം ശരീരത്തിൽ നിന്ന് വിട്ടുമാറിയപ്പോഴേക്കും അവന്റെ ബലിഷ്ഠമായ കൈകൾക്കുള്ളിലൂടെ പാവപ്പെട്ടവനെ നൊന്ത് പ്രസവിച്ച ഉമ്മ താഴെ കടർന്നു വീണു. അപ്പോഴേക്കും അവന്റെ സ്വന്തം കൊച്ചനിയത്തിയെ തോന്നിവാസം ചെയ്തിരുന്നു. വിങ്ങിപ്പൊട്ടിക്കരയുന്ന യുവാവിനെ മുൻനിർത്തിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞ വാക്ക്, അവനോട് മൂന്നിലൊരു തെറ്റ് ചെയ്യാനാ പറഞ്ഞത്. ഉമ്മയെ കൊല്ലാനോ പെങ്ങളെ തോന്നിയാസം ചെയ്യാനോ ലഹരി ഉപയോഗിക്കുവാനോ ആണ് അവനോട് പറഞ്ഞത്. അവൻ ലഹരിയെ തെരഞ്ഞെടുത്തു. ഫലത്തിൽ അവൻ ഉമ്മയെയും കൊന്നു, പെങ്ങളെയും തോന്നിവാസം ചെയ്തു. അവൻ ലഹരി ഉപയോഗിക്കുകയും ചെയ്തു. എന്നിട്ടാ പ്രവാചകൻ പറഞ്ഞത്, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, ലോകത്തെ മുഴുവൻ പാപങ്ങളുടെയും മാതാവാണ് ലഹരി. സഹോദരങ്ങളെ, ആരെങ്കിലും, ഇവിടെ ആരുമില്ല എന്നറിയാം, എങ്കിലും പറയാൻ, ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ലോകത്തൊരു വീട്ടിലേക്ക് മകൻ വരരുതേ എന്ന് ലോകത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ഉപ്പയും ഉമ്മയും ഉണ്ടെങ്കിൽ ആ വാപ്പാന്റെയും ഉമ്മയുടെയും മകൻ ലഹരി ഉപയോഗിക്കുന്നവനായിരിക്കും. ബാപ്പ ഈ വീട്ടിലേക്ക് വരരുതേ എന്ന് മക്കൾ കൊതിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ പിതാവ് ലഹരിയുടെ ഏതെങ്കിലും ഒരു ഭാഗം ഉപയോഗിച്ചിട്ടുണ്ടാകും. ഈ വീട്ടിൽ പടച്ചവനെ എന്റെ ജേട്ടൻ വരരുതേ എന്ന് ആഗ്രഹിക്കുന്ന പെങ്ങളോ അനിയനോ ഉണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ ആരെങ്കിലും ജേട്ടൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാകും. ലോകത്ത് മുഴുവൻ മനുഷ്യർക്കും വെറുപ്പുണ്ടാകുന്ന ഒരു സ്വഭാവം, ലോകത്തെ മുഴുവൻ മനുഷ്യരും ശപിക്കുന്ന ഒരു ചീത്ത സ്വഭാവം, ലോകത്തെ മുഴുവൻ മനുഷ്യരും ഒഴിവാക്കണമെന്ന് പറയുന്ന ഒരു ചീത്ത സ്വഭാവം. എന്തിനാണ് കൂട്ടരെ ഈ ലോകവും പരലോകവും നഷ്ടപ്പെടുത്തുന്ന ആ ഒരു വൃത്തികേട്, അള്ളാഹുവിന്റെ ശാപം കിട്ടുന്ന, പ്രവാചകന്റെ ശാപം കിട്ടുന്ന, മാതാപിതാക്കളുടെ ശാപം കിട്ടുന്ന, മക്കളുടെ കണ്ണുനീര് കാണുന്ന ആ വൃത്തികേട് എന്തിനാണ് ചങ്ങാതിമാർക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നതൊരു അത്ഭുതം തന്നെയാണ്. ഇവരാരും നാളെ പരലോകത്തുണ്ടാകില്ല എന്നതൊരു സത്യമല്ലേ? ആതീഹിം യൗമൽ ഖിയാമത്തി ഫർദാ, ഒറ്റക്കൊറ്റക്കാണ് പരലോകത്തേക്ക് വരിക. പ്രവാചകന്റെ വാക്ക്, ഈ നാട്ടിൽ ഗ്രൗണ്ടുകളുടെ സൈഡുകളിൽ പോയി ആണാണടാ, ആണുങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യും, നീയൊക്കെ എന്താണാണടാ എന്ന് പറഞ്ഞ് ചവനവന്റെ ശരീരത്തിലേക്ക് പുകയോ പൊടിയോ സിറിഞ്ചോ കയറ്റിയവനെ നാളെ പരലോകത്തല്ല കൊണ്ടുവരിക. അവനവന്റെ നാവ് നെഞ്ചോളം തൂക്കിയിട്ട് ആ നാവിലൂടെ ഈ നാട്ടിലുള്ള ഏതെങ്കിലും പേ പിടിച്ച ഒരു പട്ടി നടന്നു പോകുന്നത് പോലെ നാവ് നെഞ്ചു വരെ തൂക്കി അതിലൂടെ കേല ഒലിപ്പിച്ച് ദുർഗന്ധം വമിച്ച് പരലോകത്തേക്ക് അവൻ അല്ലാഹു കൊണ്ടുവരും. കോടാനുകോടി മനുഷ്യർക്ക് മനസ്സിലാകും, നാട്ടിൽ മാതാപിതാക്കൾക്കിടയിൽ മാന്യനായവൻ, അങ്ങാടിക്കാർക്കിടയിൽ മാന്യനായവൻ, എന്നാൽ അവനവന്റെ സ്വകാര്യതയിൽ ലഹരി ഉപയോഗിച്ചവനാണ് എന്ന് മുഴുവൻ മനുഷ്യരെയും പടച്ച തമ്പുരാൻ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ നാവിലൂടെ കേല ഒലിപ്പിച്ച് ദുർഗന്ധം വമിച്ച് മുഴുവൻ മനുഷ്യരും മൂക്കുപൊത്തി പരലോകത്തേക്ക് അവനെ കൊണ്ടുവരും. എന്നിട്ട് പ്രവാചകന്റെ വാക്ക്, അവന്റെ വായിലേക്ക് തീനത്തുൽ ഖിബാൽ അല്ലാഹു ഒഴിച്ചു കൊടുക്കും. തീനത്തുൽ ഖിബാൽ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രവാചകരെ? പ്രവാചകൻ പറഞ്ഞു, നരകവാസിയെ നരകത്തിലിട്ട് പഴിപ്പിച്ച് അവരുടെ ശരീരത്തിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന രക്തവും ജലവും അതേ ചൂടോടുകൂടി അവന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് അല്ലാഹുവിന്റെ വാക്ക്, ഫദൂഖു മാഅൻ ഹമീമൻ ഫഖത്ത അംആഹും, ആസ്വദിച്ചു കുടിച്ചോ, ആനന്ദിച്ചു കുടിച്ചോ,
കാരണം പരിശുദ്ധ റമദാനിൽ ഖുർആൻ ഓതി അതേ വായിലൂടെയാണ് അള്ളാഹു നിരോധിച്ച പാനീയം നീ കുടിച്ചത്. അള്ളാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലി അതേ നാവിലൂടെയാണ് അള്ളാഹു നിരോധിച്ച പൊടി നീ വെച്ചത്. അവനവന്റെ ഏത് കൈ കൊണ്ടാണോ ഖുർആൻ എടുത്തത് അതേ കൈയിനടിയിലാണ് അള്ളാഹു നിരോധിച്ച സിറിഞ്ച് വെച്ച് നീ വെച്ചത്. ഏതൊരു അള്ളാഹുവിന്റെ മുന്നിലാണോ അള്ളാഹുവേ മുഴുവൻ പാപങ്ങളും പൊറുക്കേണമേ, ഇനി ഞാൻ തിരിച്ചൊരു ജീവിതത്തിലേക്കില്ല എന്ന് ഏതൊരു നാവ് കൊണ്ടാണോ തൗബ നടത്തിയത് അതേ നാവിലൂടെ തന്നെയാണ് MDMA-യും അതേ മൂക്കിലൂടെ തന്നെയാണ് നീ നിന്റെ ജീവിതത്തിൽ ലഹരി ഉപയോഗിച്ചത്. അതുകൊണ്ട് ആസ്വദിച്ചു കുടിച്ചോ. വൻകുടലും ചെറുകുടലും വെന്ത് ഘട്ടം ഘട്ടമായി പുറത്തേക്ക് വരും എന്നത് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഏതെങ്കിലും കച്ചവടക്കാരുണ്ടെങ്കിൽ അവരോടുകൂടി ഒരു വാചകം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഒരു നാട്ടിലെ ഏറ്റവും നല്ലവർ ഞാൻ മനസ്സിലാക്കുന്നത് നല്ല കച്ചവടക്കാരാണ്. ഏതൊരു നന്മക്കും മുന്നിൽ അവരുണ്ടാകും, ഏതൊരു നവോത്ഥാനത്തിനും മുന്നിൽ അവരുണ്ടാകും. നാട്ടിലൊരു ബിരിയാണി ചലഞ്ച് വെച്ചാൽ, നാട്ടിൽ കിഡ്നിക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ച ഒരു മനുഷ്യന് പിരിവ് നടത്തിയാൽ, നാട്ടിലേതെങ്കിലും പാവപ്പെട്ട കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി വല്ലതും നടത്തിയാൽ, ഈ നാട്ടിലെ ഞാനടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ നന്മയോടുകൂടി പ്രവർത്തിക്കുക, സഹായത്തിന് മുന്നിൽ വരിക, എല്ലാ നന്മക്കും മുന്നിലുണ്ടാവുക ഈ നാട്ടിലെ കച്ചവടക്കാരാണ്. ആ കച്ചവടക്കാരായ നല്ലവരായ സഹോദരങ്ങളെ, നിങ്ങളൊരു തീരുമാനമെടുക്കണം. അള്ളാഹു നിരോധിച്ച ഈ നാട്ടിലെ യുവാക്കളുടെ ജീവിതം നശിപ്പിക്കുന്ന, ഈ നാട്ടിലെ ആയിരക്കണക്കിന് മനുഷ്യരുടെ കുടുംബജീവിതം താറുമാറാക്കിയ, ഈ നാട്ടിലെ പെൺകുട്ടികളെ പോലും ജീവിതം വഴിയാധാരമാക്കിയ ലഹരിയുടെ ഒരു വരുമാനം ഞങ്ങൾക്ക് വേണ്ട എന്ന് നിങ്ങൾ തീരുമാനമെടുത്താൽ അവിടെ അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്കുണ്ടാകും. ഒരു കാര്യം നമ്മൾക്കുറപ്പല്ലേ, നമ്മുടെ മകനെങ്ങാനും ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിൽ ഒരു പൊടി മുന്നിൽ കൊണ്ടുപോയി വെച്ച് അതെങ്ങാനും ഞാൻ ഉപയോഗിക്കുന്നുണ്ടുപ്പ എന്ന് പറഞ്ഞാൽ നമ്മൾ അവനെ അടിക്കില്ലേ, വീട്ടിൽ നിന്ന് പുറത്താക്കില്ലേ? നമ്മുടെ മകളെ കല്യാണം കഴിക്കാൻ, നമ്മുടെ പെങ്ങളെ കല്യാണം കഴിക്കാൻ ഒരു വരനെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് അവൻ വലിക്കുന്നവനാണ്, കുടിക്കുന്നവനാണ്, കഞ്ചാവ് ഉപയോഗിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കല്യാണം നടത്തില്ലല്ലോ. എന്തേ കാരണം? നമ്മൾക്കറിയാം നമ്മുടെ പെങ്ങൾ, നമ്മുടെ മകൾ വഴിയാധാരമാകും. പ്ലേറ്റ് കൊണ്ട് അടികിട്ടും, കൈകൾ കൊണ്ട് കുത്തുകിട്ടും, വീട്ടിൽ രക്തം ചൊരിയേണ്ടി വരും. എങ്കിൽ പ്രിയപ്പെട്ട നല്ലവരായ കച്ചവടക്കാരെ, നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് ആലോചിക്കണ്ടേ? നമ്മുടെ മകനോ, നമ്മുടെ മകൾക്കോ, നമ്മുടെ മരുമകനോ, നമ്മുടെ കൂട്ടുകാർക്കോ, നമ്മുടെ ചങ്ങാതിമാർക്കോ, നമ്മുടെ അനിയന്മാർക്കോ നമ്മൾ ഒരിക്കലും കൊടുക്കാത്ത, ഈ നാട് നശിപ്പിക്കുന്ന, രണ്ട് ലോകവും നഷ്ടമാക്കുന്ന ആ പൊടിയും ആ വലിയും ആ ലഹരി പദാർത്ഥങ്ങളും ആരാരും കാണാതെ കടയുടെ പിന്നാമ്പുറത്ത് കൊണ്ടുപോയി ബാക്കിയുള്ള ആളുകൾക്ക് വിൽക്കുമ്പോൾ അവരുടെ മക്കൾ എന്തൊക്കെയാണോ അതിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്നത്, ആരുടെ കുടുംബത്തിലാണോ അവിടെ നഷ്ടപ്പെടുന്നത്, ആരുടെ മനസ്സമാധാനമാണോ കുറയുന്നത്, ഏതൊരു വ്യക്തിയാണോ അതിന്റെ പേരിൽ കൊല്ലപ്പെടുന്നത്, അതിന്റെ മുഴുവനും ശാപവും അതിന്റെ മുഴുവൻ കുറ്റവും നമ്മൾ ഏൽക്കേണ്ടി വരില്ലേ? തആബനു അലൽ ബിർരി വത്തഖ്വ വലാ തആബനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. എല്ലാ നന്മയിലും നിങ്ങൾ ഉണ്ടാകണം. പക്ഷേ ലഹരിയുടെ വരുമാനം വേണ്ട എന്ന് തീരുമാനിച്ചാൽ നമ്മുടെ നാട്ടിലുള്ള ഓരോ കച്ചവടക്കാരും ലഹരി കൊണ്ടുള്ള, ഓരോ ഉമ്മയുടെ കണ്ണുനീര് കൊണ്ടുള്ള ഒരു വരുമാനവും വേണ്ട എന്ന് തീരുമാനിച്ചാൽ ഈ നാട്ടിൽ ഒരു പരിധിവരെ ഇല്ലാതെയാക്കാൻ കഴിയും. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഉമ്മമാരെ, മുജാഹിദ് യുവാക്കളെ, നമ്മുടെ യുവാക്കളെ ദീനിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരിക. അവിടെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഖുശൂ ഉണ്ടാക്കുക, അള്ളാഹുവിനെ കുറിച്ചുള്ള മഹബത്ത് ഉണ്ടാക്കുക, പരലോകത്തെ കുറിച്ചുള്ള ബോധ്യമുണ്ടാക്കുക. എങ്കിൽ ഏത് കാനഡയിലേക്ക് പറഞ്ഞയച്ചാലും, UK-യിലേക്ക് പറഞ്ഞയച്ചാലും, ഏത് ടൂറിലേക്ക് പറഞ്ഞയച്ചാലും ആ കുട്ടികൾ വഴിതെറ്റാതിരിക്കും. മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന ഒരനുഭവം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്ത്, യൂറോപ്യൻ നാട്ടിൽ പഠിക്കുന്ന 23 വയസ്സുള്ള ഒരു യുവാവ്, ഒരു കുട്ടി എനിക്ക് ഫോൺ വിളിക്കുകയുണ്ടായി. നെറ്റ് വഴിയാണ്. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, മൗലവി ഞാൻ ഇവിടെ എത്തി 1.5 മാസം കൊണ്ട് ഒരു ജോലി ശരിയായി. സൂപ്പർ മാർക്കറ്റിലാണ്. സൂപ്പർ മാർക്കറ്റിലെ ഗോഡൌണിൽ സാധനങ്ങൾ വഹിക്കുന്ന ജോലിയാണ്. അത്യാവശ്യം നല്ല ശമ്പളമുണ്ട്. ഇവിടെ ആയതുകൊണ്ട് AC-യുമാണ്, അതുകൊണ്ട് അധികം പ്രയാസമല്ല. പക്ഷെ ഈ ജോലി അധികം ആളുകളും ഏറ്റെടുക്കാത്തത് കൊണ്ട്, വഹിക്കുന്ന ജോലി ആയതുകൊണ്ട് അത്യാവശ്യ ശമ്പളവുമുണ്ട്. എന്നിട്ട് അവൻ പറഞ്ഞത് 10 തരം പെട്ടികളാണ് ഞങ്ങൾ വഹിച്ചു കൊണ്ടുപോകേണ്ടത്. 10 തരം. അതിൽ ഫ്രൂട്ട്സ് ഉണ്ട്, ഗ്രോസറികളുണ്ട്, അതുപോലെ പ്ലേറ്റുകൾ, അതുപോലെയുള്ള സാധനങ്ങളുണ്ട്, പച്ചക്കറികളുണ്ട്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെയുണ്ട്. ഞങ്ങൾ ഒരു മാസത്തോളമായി ജോലി ചെയ്യുന്നു. പക്ഷെ 3-ാമത്തെ തരം പെട്ടി
ഞങ്ങൾ എടുക്കുന്ന സമയത്ത് അതിൽ ചെറിയ ഗ്ലാസിൻ്റെ കിലുക്കം ഞങ്ങളിങ്ങനെ അനുഭവപ്പെട്ടു. വേറെ എന്തെങ്കിലും വീട്ടിലേക്കുള്ള സാധനങ്ങളാണ് എന്ന ധാരണ ഞങ്ങൾ ഇതുവരെ വഹിച്ചു. പക്ഷെ ഇന്നലെ ഞങ്ങൾ ആ പെട്ടി പൊട്ടിച്ചപ്പോൾ ബിയറിൻ്റെ കുപ്പിയാണ്. അവൻ പറയുന്ന വാചകം, മൗലവി ഞങ്ങൾ ആലോചിച്ചത് നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വന്ന് 2 വർഷങ്ങൾക്ക് മുമ്പ് ക്ലാസ് എടുത്തപ്പോൾ ലഹരിയുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ നിരോധിച്ച 10 കാര്യങ്ങൾ എണ്ണിയല്ലോ. അതിലൊന്ന് ലഹരിയുമായി ബന്ധപ്പെട്ടൊരു കാര്യം വഹിക്കരുത് എന്നും അതിൻ്റെ വരുമാനം നിങ്ങൾ ഉപയോഗിക്കരുത് എന്നും അന്ന് പറഞ്ഞൊരു ഓർമ്മയുണ്ട്. അതടിസ്ഥാനത്തിൽ ഞാൻ ഈ ചെയ്യുന്ന ജോലി ഇസ്ലാമികമായി അനുവദനീയമല്ലല്ലോ. ഞാനിവിടെ ഇരിക്കുന്ന ഓരോ ഉമ്മമാരോടും അങ്ങാടിയിലുള്ള സകല മനുഷ്യരോടും ചോദിക്കാൻ, 23 വയസ്സുള്ളൊരു യുവാവ്, ഒരു കുട്ടി, അവൻ നാട്ടിലല്ല, തമിഴ്നാട്ടിലോ കർണാടകയിലോ അല്ല, ഈ രാജ്യത്ത് പോലുമല്ല, അവൻ യൂറോപ്യൻ നാട്ടിൽ ആരും കാണാത്ത പ്രദേശത്ത് വലിയ സൂപ്പർ മാർക്കറ്റിന്റെ ഗോഡൌണിൽ ആരും കാണാത്ത സ്ഥലത്ത് അവൻ വഹിക്കുന്ന പെട്ടികൾക്കിടയിൽ ഒരു പെട്ടി ലഹരിയുമായി ബന്ധപ്പെട്ടതാണ് എന്നറിഞ്ഞിട്ട് അത് നമ്മൾക്ക് പാടുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ആ പ്രവാചകൻ പറഞ്ഞ വാക്ക് ലഅന റസൂലുള്ളാഹ് ശപിച്ചു ഫിൽ ഖംരി, കള്ളിന്റെ ഇനത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് 10 കാര്യങ്ങൾ, ആസിറഹ വമുഅ്തസിറഹ വശാരിബഹ വഹാമിലഹ വൽമഹ്മൂലത ഇലൈ വസാഖിഹ വബായിഹ വആകിലു സമനിഹ, വഹിക്കുന്നത്, ഉപയോഗിക്കുന്നത്, പിടിയുന്നത്, ചെത്തുന്നത്, അതിന്റെ വരുമാനം ഉപയോഗിക്കുന്നത്, ഓരോന്നും നിരോധിച്ച ഹദീസ്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഏതോ പാതിരാവിൽ 50 കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നതിനിടയിൽ അവൻ കേട്ട ഈമാനിന്റെ വചനം, അവൻ ആരും കാണാത്ത പ്രദേശത്ത് നിന്ന് ഞാൻ ആ വരുമാനം കൊണ്ട് ആ പൈസ കൊണ്ടെങ്ങാനും ഉപ്പാക്ക് സാധനം വാങ്ങിക്കൊടുത്താൽ എൻ്റെ ഉപ്പ ഒരു വേള അറിയില്ല, പക്ഷേ എൻ്റെ ഉപ്പാക്ക് ഞാൻ വാങ്ങിക്കൊടുക്കുന്നത് നിഷിദ്ധമായ പണമല്ലേ, ഞാൻ എൻ്റെ ഉമ്മാക്ക് വസ്ത്രം വാങ്ങിക്കൊടുത്താൽ പ്രവാചകന്റെ ശാപം കിട്ടിയ പൈസയാകില്ലേ എന്ന് ചിന്തിക്കാൻ 23 വയസ്സുകാരനെ പ്രേരിപ്പിച്ച ആദർശമുണ്ടല്ലോ. ആ ആദർശത്തിന് കേരളക്കരയിൽ, നമ്മുടെ നാട്ടിൽ, ഇന്ത്യ രാജ്യത്ത് ലഹരിയില്ലാതെയാക്കാൻ കഴിയുകയുള്ളൂ. ആ ആദർശത്തിന്റെ പേരാണ് ഇസ്ലാം. ആ ആദർശത്തിന്റെ അടിത്തറയാണ് ഖുർആൻ. ആ ആദർശത്തിന്റെ നവോത്ഥാനത്തിന്റെ നായകന്റെ പേരാണ് മൈക്കൽ എച്ച് ഹാർട്ട്. ദ 100 എന്ന പുസ്തകത്തിൽ ലോക നവോത്ഥാന നായകന്മാരിൽ ഒന്നാമത്തെ പേരായി ദ പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലം എന്ന് രേഖപ്പെടുത്തിയത്. ആ നവോത്ഥാനത്തിന്റെ വഴിയിലേക്ക്, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വഴിയിലേക്ക്, ഇസ്ലാമിന്റെ വഴിയിലേക്ക്, ഖുർആനിന്റെ വഴിയിലേക്ക് നമ്മുടെ കുടുംബത്തെയും മക്കളെയും പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ചേർക്കുക. ഇസ്ലാഹി കേരളം, കേരളത്തിൽ വാളയാറിൽ ISMന്റെ കീഴിൽ ലഹരിക്കെതിരെയുള്ള പോരാട്ടം നടത്തി. കേരളക്കരയിൽ ആദ്യത്തെ കൊലപാതകം, ഈ വർഷം ആദ്യത്തെ കൊലപാതകം നടത്തിയ താമരശ്ശേരിയിൽ ISMന്റെ കീഴിൽ ലഹരിക്കെതിരെയുള്ള പോരാട്ടം നടത്തി. കേരളക്കരയിലെ കവലകളിൽ, അങ്ങാടികളിൽ, വീടാന്തരം ലഹരിക്കെതിരെയുള്ള പോരാട്ടം ആദർശബന്ധിതമാണ്. അല്ലാതെ അവരവന്റെ പാർട്ടിയിൽ ലഹരി ഉപയോഗിക്കുന്നവന് മെമ്പർഷിപ്പ് കൊടുക്കുകയും അവരവന്റെ പാർട്ടിയിൽ ലഹരി ഉപയോഗിക്കുന്നവരെ പുറത്താക്കാതിരിക്കുകയും അവരവന്റെ സർക്കാരുകൾ, ഏത് സർക്കാരായിക്കോട്ടെ, ലഹരിയുടെ വരുമാനം കൊണ്ട് നാട്ടുകാർക്ക് കൊടുക്കുകയും എന്നിട്ട് മുദ്രാവാക്യങ്ങളിൽ മാത്രം ലഹരി വിരുദ്ധത മാത്രമാകുന്ന ആദർശ പ്രസ്ഥാനമല്ല ഇസ്ലാഹി പ്രസ്ഥാനം. മറിച്ച് ആദർശം പറയുന്നത് നെഞ്ചകത്തുണ്ടാകണം. കാരണം ഇത് ദൈവികമായ ആദർശമാണ്. ആ ആദർശത്തിൽ നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഒറ്റക്കെട്ടായി ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഹൃദയങ്ങളിൽ നിന്ന് തുടങ്ങട്ടെ, മഹല്ലുകളിലേക്ക് വ്യാപിക്കട്ടെ, അങ്ങാടികളിലൂടെ പ്രസരിക്കട്ടെ. ഈ നാട് മൊത്തം ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമാകട്ടെ. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.